പുതിയ മന്ത്രിസഭ വന്നു, ബജറ്റ് വന്നു, കാര്യങ്ങളാകെ മറിയുന്നു നമ്മൾ കാണുന്നു. നിലപാടുകളുടെ രാജകുമാരൻ നിലയില്ലാ കയത്തിൽ മുങ്ങുന്നതും നമ്മൾ കാണുന്നു. PM ശ്രീ, അതേപോലെ വീര്യം കുറഞ്ഞ മദ്യം, ഇങ്ങനെ ഓരോന്നിലും കാണുന്ന നിലപാടുകൾ ജനങ്ങൾ ഒരു കാര്യവും ഓർമ്മിക്കില്ല, അല്ലെങ്കിൽ ഒന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നും വിധം മുഖ്യമന്ത്രി പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. PM ശ്രീ പദ്ധതി വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് ഇടതുപക്ഷം ഒപ്പിട്ട കരാറില്ലേ, ഒപ്പിട്ട കരാറിൽ നിന്ന് എങ്ങനെ പിന്മാറും? ഇവിടെ ആരും കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല ഇതുവരെയും. ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മുഖ്യമന്ത്രി വളരെ വിഖ്യാതനായ ഒരു അഭിഭാഷകനാണ്. MOUവിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അത് ബൈൻഡിങ് അല്ലാത്ത ഒരു ധാരണാപത്രം മാത്രമാണ്. അത് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന എൻഫോഴ്സിബിളായ ഒരു എഗ്രിമെൻറ്റിലേക്കുള്ള ഒരു റോഡ് മാപ്പ് മാത്രമാണ് ഒരു MOU എന്ന് വളരെ വ്യക്തമായി MOU എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ അതിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് ബൈൻഡിങ് ആവുന്നത്? ബൈൻഡിങ് അല്ല MOU എന്ന് വളരെ കൃത്യമാണ്, അതിൻ്റെ നിർവചനം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു MOU ഒപ്പിട്ടു, അതുകൊണ്ട് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല, ഗവൺമെൻറ് ബൈൻഡിങ് ആണ് എന്ന് പറയുന്ന വാദഗതിയുമായിട്ടാണ് PM ശ്രീ. എന്താണ് ബൈൻഡിങ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈ ഗവൺമെൻറ്റിന് ബാധകമാകുന്നത് ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഡൽഹിയിൽ പോയി നടത്തിയ 40 മിനിറ്റ് നേരത്തെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള സംഭാഷണം തന്നെയാണ്. BJPക്ക് അനുകൂലമായി, മോഡിക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കാമെന്നും വ്യത്യസ്തമായി ഒന്നും കേരളത്തിൽ സംഭവിക്കില്ല, അങ്ങനെയെങ്കിൽ കേരളത്തിനോട് വളരെ അനുകൂലമായ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും പറയുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം. അതല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ RSSൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സ്, ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഇന്ന് PM ശ്രീയിലെ നിലപാടെന്ന് നമുക്ക് കാണാം. അത് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു വീര്യം കുറഞ്ഞ മദ്യം, ബജറ്റിനകത്ത് കയറി വരുന്നു. ഇപ്പോൾ ബജറ്റ് നിർദ്ദേശം വന്നപ്പോൾ എക്സൈസിൻ്റെ മന്ത്രി പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല, മുന്നണിയിലെ മറ്റ് നേതാക്കൾ പറയുന്നു അറിയില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ വിചിത്രമായ ഒരു ന്യായം, ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല, വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതല്ല, അങ്ങനെ വന്നാൽ അതിന് നികുതി ഇന്നതായിരിക്കണം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആളുകൾ ആരെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ? കേരളത്തിലെ ജനങ്ങളെ ഇത്ര പുച്ഛത്തോടെ കാണുന്നൊരു മുഖ്യമന്ത്രി നാട്ടിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇല്ലാത്തൊരു കാര്യത്തിന് നിരക്ക് തീരുമാനിക്കണം? നമുക്കില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ എന്തിന് നിരക്ക് തീരുമാനിക്കണം? കർണാടകത്തിലെ വ്യാജ മദ്യ ലോബിയുമായി വളരെ കൃത്യമായി ധാരണയുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇതിനകത്ത് കാണുക. അത് നടപ്പിലാക്കാൻ ഇത്ര വേഗത്തിൽ ഈ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. എന്തായാലും വരും കാലങ്ങൾ ഈ കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ മന്ത്രിമാരും അവരവരുടെ വകുപ്പുകളെപ്പറ്റി മുഖ്യമന്ത്രി തങ്ങളോട് ചർച്ച ചെയ്യുന്നില്ല എന്നതിന് ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാം പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ട് പിന്നെ കോൺഗ്രസ്സുകാരൊന്നും പറയാറില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് സാക്ഷാൽ AK ആൻ്റണി സതീശന് കൊടുത്ത ഉപദേശം പോലെ തന്നെ ഇതുപോലെ നല്ല ഭൂരിപക്ഷവുമായിട്ടാണ് ഞാനും അധികാരത്തിലേറിയത് എന്ന് സതീശനോട് കൃത്യമായി പറഞ്ഞപ്പോൾ അതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു നമുക്ക് വ്യക്തമാണ്. ആൻ്റണി എത്ര കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നു എന്ന് നമ്മളന്ന് കണ്ടു. ചരിത്രം ആവർത്തിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. കേന്ദ്ര രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുന്നതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP ഗവൺമെൻറ്റിന് അധികാരത്തിലേക്ക് പാതയൊരുക്കിയത് അഡ്വാനിയുടെ രഥയാത്രയാണ്. വിഷയം അയോധ്യയാണ്, രാമജന്മഭൂമിയാണ്. രാമജന്മഭൂമിയിൽ രാമന് ക്ഷേത്രം പണിയുന്നതിനുള്ള അവിടുത്തെ നിലനിന്നിരുന്ന പള്ളി ഇല്ലാതാക്കി ക്ഷേത്രം പണിയുന്നതിനുള്ള നീക്കവുമായിട്ടാണ് 2 സീറ്റിൽ നിന്ന BJP വടക്കേന്ത്യൻ ഹാർട്ട് ലാൻഡിൻ്റെ അംഗീകാരം വാങ്ങി അധികാരത്തിലേക്ക് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് തിരിച്ചുള്ള യാത്ര തുടങ്ങാറായോ എന്ന് നമുക്ക് സംശയം. രാമജന്മഭൂമിയിൽ തന്നെയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. അയോധ്യ ക്ഷേത്രം പണിയുന്നതും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതും നമ്മൾ കണ്ടു. സന്യാസികളെക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടു.
നമുക്ക് ആശയവുമില്ല, അദ്ദേഹത്തിന് ഒരു സമുദായത്തിൽ വിശ്വസിക്കാം. പക്ഷേ അതെല്ലാം, ആ കപട നാടകങ്ങളെല്ലാം, ആ നാടകങ്ങൾക്ക് പിന്നിൽ എന്തായിരുന്നുവെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വന്ന കോടിക്കണക്കിന് രൂപയുടെ, കിലോ കണക്കിന് സ്വർണത്തിൻ്റെ, കിലോ കണക്കിന് വെള്ളിയുടെ കണക്കുകൾ കാണാനില്ല. ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് വരുന്ന പണം പല വഴി ഇറങ്ങിപ്പോകുന്നതായി കാണുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ചമ്പത്ത് റായ്, അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ട്രസ്റ്റിയും രാജിവെച്ചിരിക്കുന്നു, അനിൽ മിശ്ര. ഈ ചമ്പത്ത് റായ് എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടാണ്. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള സംഘപരിവാറിൻ്റെ എല്ലാ സംഘടനകളും ചേർന്നാണ് പള്ളി പൊളിക്കാനും അമ്പലം പണിയാനും തുടക്കമിട്ടത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കോടിക്കണക്കിന് രൂപ ഒഴുകി വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി, അവർ പറയുന്നു അവർ 1 കോടി രൂപ കൊടുത്തു, 25 കിലോ വെള്ളി കൊടുത്തു, രസീത് കിട്ടിയിട്ടില്ല. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രമുഖരായ പല വ്യക്തികളും ഇതുപോലെയുള്ള കനത്ത സംഭാവനകൾ അങ്ങോട്ട് നൽകി. രസീതുകളില്ല, കണക്കുകളില്ല. എല്ലാം അറിഞ്ഞിരുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരക്ഷരവും മിണ്ടാതെ കഴിഞ്ഞു. ഈ ജൂൺ മാസം 6-ാം തീയതി അഖിലേഷ് യാദവാണ് ആദ്യമായി പരസ്യമായി വെടിപൊട്ടിക്കുന്നത്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ കളവുണ്ടെന്നും കോടിക്കണക്കിന് രൂപ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെയും ആളുകളും തട്ടിക്കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം പരസ്യമായി പറയുന്നു. ഒന്നിനു പുറകെ ഒന്നായി സംഭവങ്ങൾ, ആക്ഷേപങ്ങൾ വന്നിരുന്നു. എല്ലാം നിഷേധിക്കുന്നു BJP. അവസാനം 1-2 ആളുകളുടെ, പാവപ്പെട്ട ജോലിക്കാരെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകൾ രാജിവെക്കാൻ തയ്യാറാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നമുക്കറിയാം, ഈ അമ്പലക്കൊള്ള നടത്തുന്നവരും ദൈവത്തെ പരസ്യമായി തൂക്കി വയ്ക്കുന്നവരും ഇവരൊക്കെ ഈ ദൈവത്തിൻ്റെ പേരിലാണ് അധികാരത്തിലേക്ക് കയറിയത്. ഈ പരസ്യമായ കൊള്ളയ്ക്ക് ഇന്ത്യയിലെ ഭരണകൂടം നിശബ്ദമായി സാക്ഷ്യം വഹിച്ചു, അതിന് കൂട്ടുനിന്നു. ഇത് ഒരു തിരിച്ചുപോക്കിൻ്റെ ആരംഭമാവും. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഭൂരിപക്ഷം നൽകുന്ന ഹിന്ദി സംസ്ഥാനങ്ങൾ ഇനി നാളെ മുതൽ BJPയുടെ ഒപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പോകുന്നതേയുള്ളൂ. ഒരു കാര്യം നമുക്കറിയാം, ഈ അമ്പലവാസികളും ഈ അമ്പലക്കൊള്ളക്കാരും ഈ കാട്ടുകൊള്ളക്കാരും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ദൈവത്തിൻ്റെ നിഴലിൽ എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയും, അത് അധികാരമാവട്ടെ പണമാവട്ടെ, അത് പരമാവധി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയതെന്ന് ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നാളെ തെരുവിൽ നാമജപ ഘോഷയാത്രയുമായി ആരെങ്കിലും വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ലോകത്ത് നമ്മളിന്ന് കാണുന്നത് കരാറാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ കരാറ് വരുന്നു. ആ കരാറ് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും എന്നുള്ളൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇതാണ് പ്രശ്നം. 2 കാര്യങ്ങളിലാണ്. ഒന്ന്, ഗാസയിൽ 100 കണക്കിന് 1000 സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള സാധാരണ മനുഷ്യൻ വെടിയേറ്റ് മരിച്ചു വീണപ്പോൾ, ബോംബിൻ്റെ ആഘാതത്തിൽ ഛിന്നഭിന്നമായി ചിതറിപ്പോയപ്പോൾ, മനുഷ്യത്വം മരവിച്ചു നിന്നപ്പോൾ, ലോക മനസാക്ഷിയുടെ ആത്മാവിനെ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഒരക്ഷരം പോലും പറയാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതൊരു ഭാഗത്ത് ധാർമ്മികതയുടെ പക്ഷം. മറുഭാഗത്ത് ഇങ്ങനെ ഒരു കരാറ് വരുമ്പോൾ ഇതിലെ പങ്കാളികളാവുന്ന രാജ്യങ്ങൾ, പ്രധാനമായിട്ടും അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഈ മേഖലകളെല്ലാം ഉൾക്കൊള്ളുന്ന സംഘർഷമാണ് അവിടെ നിന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ നേതാക്കളുമായി, പ്രത്യേകിച്ച് നെതന്യാഹുവും ട്രംപുമായി ഉറ്റബന്ധം പുലർത്തുന്നൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അറബ് രാജ്യങ്ങളുമായി നമുക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധമാണ്. ഇറാനുമായിട്ട് പോലും മറ്റു പല രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഭേദപ്പെട്ടൊരു ബന്ധം നമുക്കുണ്ട്. പക്ഷേ ആ കരാറിൽ ഒരിടത്തും ഇന്ത്യയില്ല. പകരം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ മോശമായി കാണിക്കാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ ആ കരാറിൻ്റെ മധ്യസ്ഥനായിരിക്കുന്നു.
ഒരു കാലഘട്ടത്തിൽ ലോക സമാധാനത്തിൻ്റെ വക്താവായി, ചേരിചേരാ നയത്തിൻ്റെ വക്താവായി നിന്ന ഇന്ത്യ ഇന്ന് ഒരു സ്ഥലത്തും കാണപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശത്രു രാജ്യം എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഈ രാജ്യങ്ങളുടെ നടുവിൽ നിൽക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? പ്രധാനമന്ത്രിയുടെ നിശബ്ദതയും പ്രധാനമന്ത്രിയുടെ പക്ഷം ചേരലും ഒക്കെ നാളെ നമുക്ക് എന്തായിരിക്കും കൊണ്ടുവന്ന് തരിക എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ഇന്ത്യ ഒരു കാലഘട്ടത്തിലും ഇതുപോലെ നിലപാടുകളില്ലാതെ നിശബ്ദമായി നിൽക്കുന്നൊരു കാലമുണ്ടായിട്ടില്ല. മനുഷ്യത്വത്തിൻ്റെ രോദനമുയരുമ്പോൾ നിശബ്ദമായി നിൽക്കുന്ന സമൂഹം പരിഷ്കൃത സമൂഹമാണോ അല്ലയോ?